ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണല്ലോ, മുസ്ലിങ്ങൾ മാത്രം പുറത്തേക്ക് പോകുമ്പോഴാണ്. ദിവ്യ ഒരു നോൺ മുസ്ലിമാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ ദിവ്യ പൗരത്വം തെളിയിക്കേണ്ടി വരുന്നു ഒരു നില വരും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന രേഖയ്ക്കകത്ത് കുത്തും കോമയും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൗരത്വം കുഴപ്പത്തിലാവുകയാണ്. ദിവ്യ ദിവാകരന്റെ പൗരത്വം കുഴപ്പത്തിലാവും. അപ്പോൾ പിന്നെ ദിവ്യ എന്ത് ചെയ്യേണ്ടി വരും? അഫ്ഗാനിസ്ഥാനിലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അവർ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിച്ചിട്ട് ഓടി വന്നതാണ് സർക്കാർ. അസമിൽ നടപ്പിലാക്കിയപ്പോൾ എത്ര മനുഷ്യർ പുറത്തു പോയെന്നറിയോ? 1 കോടിയിലധികം ആളുകൾ പുറത്തുപോയി. പിന്നെയും സർക്കാർ RSSന്റെ ഒക്കെ നേതാക്കന്മാരൊക്കെ ആയിട്ട് വീട് നടത്തി 19 ലക്ഷം പേര് ഔട്ടായി പോയി. ഈ ഔട്ടായി പോയ 19 ലക്ഷം പേരിൽ എത്ര മുസ്ലിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കൂടുന്നുണ്ടോ? 5 ലക്ഷം പേര്. 14 ലക്ഷം പേരും ആരായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. അപ്പോഴാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇളവ് എന്ന് പറഞ്ഞ പുതിയ സംഗതി കൊണ്ടുവരുന്നത്. അല്ല, ഈ പറഞ്ഞ അസമില് 19 ലക്ഷം ആളുകളെ അത് പോസിബിൾ അല്ലല്ലോ. ആളുകള് പൗരത്വം ഇല്ലാത്ത മനുഷ്യരായി തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഈ മ്യാൻമറിലെ മനുഷ്യന്മാരെ എത്ര ആയിരക്കണക്കിന് പേരെ ആ പട്ടാളത്തിന്റെ ഭരണകൂടത്തിന്റെ മൊത്തം കാർമ്മികത്തിൽ അല്ലെങ്കിൽ അവർ നോക്കി നിൽക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അടക്കം അരിഞ്ഞരിഞ്ഞ് കൊല്ലുകയാണ്. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. എന്താണ് പൗരത്വം നഷ്ടപ്പെടാന്ന് വെച്ചാൽ ദിവ്യ